أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പരിശുദ്ധമായ ദീൻ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാമിൽ നിന്നാണ് ശരീഅത്ത്, ഈമാനിൽ നിന്നാണ് തുരീഖത്ത്, ഇഹ്സാനിൽ നിന്നാണ് ഹഖീഖത്ത് എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ആ വിഷയങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഇതിനോട് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതാദ്യം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ തിജാനിയ തുരീഖത്തിനെ പരിചയപ്പെടുത്തലാണ്. തുരീഖത്ത് എന്ന് പറയുന്നത് പ്രാസ്ഥാനികമായ മുന്നേറ്റമല്ല, ഒരു സംഘടനയല്ല, അത് പരിശുദ്ധമായ ദീൻ തന്നെയാണ്. ദീനിൻ്റെ രണ്ടാമത്തെ ദായിറ ആവുന്ന ഈമാനിൽ നിന്നാണ് തുരീഖത്ത് ഉത്ഭവിക്കുന്നത്. ശരീഅത്ത് എന്ന ഒരു തത്വസംഹിത ഇസ്ലാമിൽ നിന്ന് വന്നതുപോലെ തന്നെ ഇപ്പോൾ ശരീഅത്തിനെ നാം ഇസ്ലാമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ശരീഅത്തിനെ നാം ദീനായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ത്വരീഖത്തിനെയും ദീനായി പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ കലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അത് പറയലും ബുദ്ധി കൊണ്ട് വിശ്വസിക്കലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ലോകത്തുള്ളതാണ്. എന്നാൽ ഈമാൻ എന്ന് പറയുന്നിടത്ത് കലിമ രുചിക്കലും അറിയലുമാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളായ ഇമാമുമാരൊക്കെ പറഞ്ഞത്, നമ്മൾ ഈമാനിൻ്റെ രുചി, ഈമാനിൻ്റെ ആ ഒരു മധുരം നമ്മുടെ ആ ഈമാനുള്ള ആളുകളിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നുണ്ട്. ആരെങ്കിലും മുറബ്ബിയാക്കന്മാരായ മശായിഖന്മാരിൽ നിന്ന് പരിശുദ്ധമായ കലിമ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഈമാൻ രുചിച്ച് മരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന്. കാരണം ഈ ഒരു തൗഹീദിൻ്റെ, ഈ ഒരു ദിക്റിൻ്റെ മാധുര്യം അത് അതിൻ്റെ വാഹകരിലൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതൊരു ഇലാഹില്ല എന്ന്. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിയണമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ചൊല്ല എന്ന് പറയുന്നത് അനുഭവിക്കുക, രുചിക്കുക എന്ന അവസ്ഥ പ്രാപിച്ച അവസാനം അറിയുക എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾക്ക് മുറബ്ബിയാക്കന്മാരായ മശായിഖന്മാരിൽ നിന്ന് മാത്രമേ സ്വീകരിച്ചെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, നമ്മളെ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ രണ്ട് വിധമാണ്. ഒന്നാമത്തത് ഹൃദയം അള്ളാഹുവിനെ അറിയാത്തതാണ്, അള്ളാഹുവിൻ്റെ ഗഫലത്തിൽ അള്ളാഹിൻ്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധമായ അവസ്ഥയിൽ നിലകൊള്ളുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള പരിഹാരം അള്ളാഹുവിനെ അറിയലാണ്. രണ്ടാമത്തെ ഹൃദയത്തിൻ്റെ പ്രശ്നം അതിൻ്റെ മ്ലേച്ഛമായ ഗുണങ്ങളാണ്. കിബർ, അസൂയ, ഉജുബ്, റിയാ തുടങ്ങിയ മ്ലേച്ഛമായ അസുഖങ്ങളാണ്. അതും ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തതിനെ നമ്മൾ തർബീയത്ത് എന്ന് പറയുന്നു, രണ്ടാമത്തതിനെ തസ്കിയത്ത് എന്ന് പറയുന്നു. തസ്കിയത്തിൻ്റെ കമാലിയത്ത് ഒരാൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ തർബീയത്തിൻ്റെ ശേഷം തസ്കിയത്ത് നടക്കണം എന്ന് മഹത്തുക്കളായ ഉന്നതരായ ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം എന്നൊരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക? നമ്മൾ കുറേ ഔറാദുകൾ, ദിക്റുകൾ ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടോ കേട്ടിട്ടോ മനസ്സിലാക്കിയിട്ടോ കുറേ ദിക്ർ ചൊല്ലി നടന്നതുകൊണ്ട് പ്രതിഫലം എന്ന അർത്ഥത്തിലുള്ള അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ അതുകൊണ്ടുള്ള യഥാർത്ഥമായ ഗുണങ്ങൾ, അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള അതിലൂടെയുള്ള പ്രയാണം നമുക്ക് മുറബ്ബിയാക്കന്മാരായ മശായിഖന്മാരിൽ നിന്ന് സ്വീകരിക്കാവുന്ന വഴി മാത്രമേ സാധ്യമുള്ളൂ. ഇതിന് ത്വരീഖത്തുകൾ നമ്മൾ സമീപിക്കണം. ത്വരീഖത്തുകൾ രണ്ട് വിധമുണ്ട്. ഒന്ന് തർബീയത്തിൻ്റെ ത്വരീഖത്ത്, രണ്ടാമത്തത് തബറുക്കിൻ്റെ ത്വരീഖത്ത്.
തർബിയത്തിൻ്റെ ത്വരീക്കത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന് ഏത് തന്നെ അവസ്ഥ ആയിക്കോട്ടെ, ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനെ കണ്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഒരാൾ ഉയർത്തുന്ന ഒരു ത്വരീക്കത്താണ് തർബിയത്തിൻ്റെ ത്വരീക്കത്ത്. ഒരു മുറബി ആരാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്. ഒരു മുരീദ് ഏത് അവസ്ഥയിലായാലും ആ അവസ്ഥയിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇതാണ് നീ ആരാധിക്കുന്ന റബ്ബ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാളെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ മുറബി. അപ്പോൾ ആ മുറബിയിൽ നിന്ന് സ്വീകരിക്കുന്ന ത്വരീക്കത്തിനെയാണ് തർബിയത്തിൻ്റെ ത്വരീക്കത്ത് എന്ന് പറയാം. എന്നാൽ തബറുക്കിൻ്റെ ത്വരീക്കത്ത് ആവട്ടെ, അതിൽ നമ്മൾ ആ ഒരു ഷെയ്ഖിൻ്റെ ആ ഒരു മാർഗത്തിൻ്റെ ആ ഒരു ദിക്റിൻ്റെ തബറുക്ക് മാത്രം, ബർക്കത്ത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് കിട്ടാവുന്ന ദുനിയാവിലെയും ആഖിറത്തിലുള്ള ബെനിഫിറ്റുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അല്ലാതെ അതിലൂടെ നമുക്ക് അള്ളാഹു എത്തിച്ചേരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സാധാരണ ഇതിന് പറയാൻ പറ്റുന്നൊരു ഉദാഹരണം യാത്ര ചെയ്യുന്ന ബസ്സും നിർത്തിയിടുന്ന ബസ്സും പോലെയാണ്. രണ്ടും ബസ് തന്നെയാണ്. പക്ഷേ യാത്ര ചെയ്യുന്ന ബസ് മാത്രമേ ബസ്സിന് കൊണ്ടുള്ള പർപ്പസ്, അതുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം സാധൂകരിക്കുന്നുള്ളൂ. മറ്റത് ബസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു തബറുക്കിൻ്റെ ത്വരീക്കത്തും, അതുപോലെ തന്നെ തർബിയത്തിൻ്റെ ത്വരീക്കത്തും. തർബിയത്തിൻ്റെ ത്വരീക്കത്തിനെ സുലൂക്കിൻ്റെ ത്വരീക്കത്ത് എന്നും കൂടി പറയാറുണ്ട്. സുലൂക്കിൻ്റെ മാർഗം. സുലൂക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു യാത്രക്ക്, ആത്മീയമായ യാത്രക്ക് പറയുന്നതാണ്. ത്വരീക്കത്ത് എന്നതിൻ്റെ വാക്കാർത്ഥം തന്നെ മാർഗം, പാത എന്നാണ്. അപ്പോൾ ഈ പാതക്ക് ഒരു തുടക്കവും ഒരു അവസാനവും ഉണ്ടാവണമല്ലോ. സൃഷ്ടിയിൽ നിന്ന് തുടങ്ങി സൃഷ്ടാവിൽ അവസാനിക്കുന്നതായിരിക്കണം മാർഗം. അപ്പോൾ ആരെങ്കിലും എടുത്തുനിന്നൊരു ത്വരീക്കത്ത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തർബിയത്തിൻ്റെ ത്വരീക്കത്താണെങ്കിലാണ് അതിന് അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ നാമത്തിനോട് അത് കൂറുപുഴത്തി എന്ന് പറയുന്നുള്ളൂ. മറ്റത് അതിൻ്റെ ബറക്കത്ത് മാത്രമേ സാധ്യമാവുന്നുള്ളൂ. അങ്ങനെ തർബിയത്തിൻ്റെ മശായിഖന്മാരിൽ നിന്ന് ആരെങ്കിലും ദിക്റുകൾ കൈമാറ്റം ചെയ്ത് വാങ്ങിയാൽ, അതിൻ്റെ സമ്മതം വാങ്ങിയാൽ, അവർക്ക് അവരുടെ ഷെയ്ഖ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തിമുട്ടുന്ന ഇജാസത്ത് വഴി, ഇതിന് വഴി, സമ്മതം വഴി ഏതെങ്കിലും ഒരു മുറബിയായ ഷെയ്ഖിൽ നിന്ന് ആരെങ്കിലും ത്വരീക്കത്തിൻ്റെ ദിക്ർ കൈമാറ്റം ചെയ്ത് വാങ്ങിയാൽ അദ്ദേഹത്തിന് ആ ദിക്ർ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, അത് വളരെ കുറഞ്ഞതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും അവസാനം ഹൃദയം അള്ളാഹുവിനെ അറിയുന്നൊരവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യും എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഖ്താർ കുന്തി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ ഉപമീകരിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവുമായിട്ടാണ്. ഭർത്താവ് ഭാര്യയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ബീജത്തുള്ളി പോലെയാണ് ഔറാദുകളെന്നാണ്, ഒരു ഷെയ്ഖ് മുരീദിന് കൊടുക്കുന്ന ഔറാദുകളെന്നാണ് മഹാനവറുകളിനെ ഉപമീകരിച്ചത്. ആ ഒരു ബീജത്തുള്ളി ആ ഒരു ഗർഭപാത്രത്തിൽ എത്തിച്ചേരുകയും അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവസാനം ആ ഒരു കുഞ്ഞ് പിറക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു ഉമ്മ മാറുകയും ചെയ്യുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ദിക്ർ മശായിഖന്മാരെടുത്ത് നിന്ന് ആരെങ്കിലും വാങ്ങിയാൽ അതിങ്ങനെ ചൊല്ലുന്നതോടുകൂടി, അത് വളരെ കുറഞ്ഞതാണെങ്കിൽ പോലും അത് ചൊല്ലുന്നതോടുകൂടി ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും അവസാനം അള്ളാഹുവിനെ അറിയുന്ന അവസ്ഥയിലേക്ക് അവർ വരികയും ചെയ്യും എന്നതാണ് ഇതിൻ്റെയൊക്കെ ആകത്തുക. ത്വരീക്കത്ത് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ദിക്റുകൾ ചൊല്ലുന്നതാണ്, ഒരുപാട് റിയാദകൾ വീട്ടുന്നതാണ്, ഒരുപാട് അത്ഭുത കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് തരുന്നതാണ് എന്നൊക്കെ ധരിച്ചു വെച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും തർബിയത്തിൻ്റെ ത്വരീക്കത്തിൻ്റെ പ്രത്യേകതയല്ല. അതൊക്കെ തബറുക്കിൻ്റെ ത്വരീക്കത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ കാഴ്ചകൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സ്വപ്നങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കറാമത്തും കശ്ഫുകളും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇതിൽ അത്ഭുതങ്ങൾ നമ്മൾ കാണാം, കാണാതിരിക്കാം. അതൊന്നും നമ്മളെ തർബിയത്തിൻ്റെ ത്വരീക്കത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. തർബിയത്തിൻ്റെ ത്വരീക്കത്തിൻ്റെ മാനദണ്ഡം ഇതിലൂടെ അള്ളാഹുവിലൂടെയുള്ള യാത്ര സാധ്യമാവുന്നുള്ളതും അള്ളാഹുവിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതും മാത്രമാണ്. അപ്പോൾ ഒരു മുറബിയായ ഷെയ്ഖിൽ ഒരാൾ എത്തിച്ചേർന്നാൽ അദ്ദേഹത്തിന് തേടേണ്ടതും അള്ളാഹുവിനെ മാത്രമാണ്. ഒരു മുറബിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു മുറബി യഥാർത്ഥത്തിൽ മുറബിയാണ്. അദ്ദേഹം ആ മുരീദിനെ അള്ളാഹുവിൽ ചേർത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മുറബി ഒരിക്കലും മുറബിയല്ല. അള്ളാഹുവിൽ എത്തിച്ചേർക്കാതെ അദ്ദേഹം വേറെ എന്ത് കാര്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട
ഇബ്നു അറബി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഷെയ്ഖ് അദ്ദേഹം ഒരുപാട് അത്ഭുതം കാണിക്കുന്നു, പ്രസംഗിക്കുന്നു, വയല് പറയുന്നു, അദ്ദേഹം ഒരുപാട് കിതാബ് എഴുതുന്നു, ഒരുപാട് അനുയായികൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടൊന്നും അദ്ദേഹം മുറബ്ബി ആവണമെന്നില്ല. എന്നാൽ ഒരാൾ ഇതൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ദിക്ർ വാങ്ങി ഒരാൾ വാങ്ങലോട് കൂടി അദ്ദേഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ അറിയുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയരുകയും ചെയ്താൽ നേരത്തെ ഈ ഗുണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ മുറബ്ബിയായിട്ട് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. ഈ ഉമ്മത്തിൽ ധാരാളം ത്വരീഖത്തുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ത്വരീഖത്തുകൾ ആദ്യമൊക്കെ അതിൻ്റെ ഒരു പരിശുദ്ധമായ ശരീഅത്തിൻ്റെ മദ്ഹബിൻ്റെ രൂപീകരണത്തിൻ്റെ പോലെ തന്നെ മദ്ഹബ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കിയൊക്കെ പിന്നെ അതിൻ്റെ അർത്ഥത്തിൽ പിന്നീടാണല്ലോ വന്നത്. അതുപോലെ തന്നെ ത്വരീഖത്ത് അതിൻ്റെ ആ രൂപത്തിൽ, അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ പിന്നീടാണ് വന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ ആദ്യം ഉണ്ടായിരുന്നു. ആദ്യമായി വന്ന ത്വരീഖത്തുകൾ പ്രധാനമായി ഒന്നാണ് ഖാദിരിയ ത്വരീഖത്ത്. ഖാദിരിയ ത്വരീഖത്തിൻ്റെ വക്താവ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മഹാനവറുകളാണ് ഖാദിരിയ ത്വരീഖത്ത് ഇവിടെ സ്ഥാപിച്ചത്. അതുപോലെ ഷെയ്ഖ് അഹമ്മദ് കബീർ റിഫായി തങ്ങളുടെ റിഫായിയ ത്വരീഖത്ത്, ഷെയ്ഖ് ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി തങ്ങളുടെ, ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ സ്ഥാപിച്ച ചിസ്തിയ ത്വരീഖത്ത്, ശേഷം വന്ന ഷാദുലിയ, നക്ഷബന്ദിയത്തിൻ്റെ ഒക്കെ ഉറവിടം ആദ്യകാലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബദവിയ, ദസൂഖയ്യ തുടങ്ങിയ ഒരുപാട് ത്വരീഖത്തുകൾ ലോകത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഈ ത്വരീഖത്തുകളൊക്കെ തന്നെ മുരീദന്മാരെ, അന്വേഷികളെ, ആത്മീയമായ ദാഹമുള്ളവരെ അള്ളാഹുവിലേക്ക് എത്തിച്ചേർത്തുന്ന മാർഗങ്ങളാണ്. അതിലൂടെയൊക്കെ ഏത് മാർഗത്തിൽ പ്രവേശിച്ചാലും ആ മാർഗത്തിലൂടെ ഒരു മുറബ്ബിയായ ഷേഖിനെയാണ് നമ്മൾ ബൈഅത്ത് ചെയ്യുന്നതെങ്കിൽ അതിലൂടെയൊക്കെ നമുക്ക് അള്ളാഹുവിൽ എത്തിച്ചേരാൻ സാധിക്കും.